ഗാമിനി നമസ്തേ സരസ്വതി ദേവി ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണി ജയോ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ഹരി ഓ ഹരേ കൃഷ്ണ. എന്നിട്ട് നമ്മളിനി 57 എന്ന് പറഞ്ഞ പ്രളംബാസുരവധമാണ് പഠിക്കാൻ പോകുന്നത്. ആ പ്രളംബാസുരൻ എന്താ കംസനങ്ങ് ഉറക്കമില്ല, കഴിക്കാൻ വയ്യ, വെള്ളം കുടിക്കാൻ പോലും വയ്യ. എന്താ ഒരു ഗ്ലാസ് എടുത്തു കഴിഞ്ഞാലും അവിടെ കൃഷ്ണന്റെ മുഖമാണ് കാണുന്നത് അല്ലെ. 8ാമത്തെ പുത്രൻ നിന്നെ കൊല്ലുമെന്നുള്ള ആശരീരിൽ അന്ന് തൊട്ട് തുടങ്ങിയ ഈ കംസന്റെ ഈ നെട്ടോട്ടം. അങ്ങനെ കൃഷ്ണൻ പക്ഷെ എന്താ നന്ദഗാവില് വളരെ സുഖമായിട്ട് വൃന്ദാവനത്തിൽ വളരെ ആനന്ദത്തില് ജീവിച്ചു പോരുന്നു. പക്ഷെ കംസൻ അവിടെ ഉറക്കമില്ല. എന്തുകൊണ്ടാണ് ഉറക്കമില്ലാത്തത്? അവൻ പേടിക്കുന്നു. ആരെ? അവൻ എന്തുകൊണ്ടാണ് ഉറക്കമില്ലാത്ത? അധർമ്മിയാണ്. ധർമ്മത്തിന്റെ പാതയിൽ കൂടി ജീവിക്കുന്ന ആൾക്കാർക്ക് യാതൊരുവിധ ടെൻഷനും ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് വലിയ വലിയ ഓഫീസുകളിലായി കഴിഞ്ഞാൽ മുതലാളിമാർക്കെല്ലാം എന്താ ടാക്സിന്റെ പ്രശ്നം, അല്ലെങ്കിൽ അതിന്റെ പ്രശ്നം, ഇതിന്റെ പ്രശ്നം, അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളിൽ കൂടി അവർ പോകുന്നതെന്നറിയാമോ? അവർക്ക് ഉറക്കമില്ല. അവർക്ക് സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചാലേ ഉറക്കം വരും മിക്കവാറും ഉള്ളവർക്കെല്ലാം. പക്ഷേ വഴി കിടക്കുന്ന ഒരു പിശക്കാരനോ അവന് യാതൊരുവിധ ടെൻഷനും ഇല്ല. എന്തുകൊണ്ടാ? അവൻ അധർമ്മത്തിന്റെ മാർഗത്തിൽ കൂടി പോകുന്നില്ല. അവന് വല്ലതും കിട്ടുന്നുണ്ടെങ്കിൽ കഴിച്ചു, അങ്ങനെ ഉള്ളവര് കേട്ടോ. അല്ലാതെ പിടിച്ചു പറിക്കാനും കള്ളനും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അത് വേറെ. ആരും പോലീസ് എപ്പം വരും എന്നുള്ള ആവശ്യത്തിന്റെ അവർക്ക് കാണും. പക്ഷെ നേരായിട്ടുള്ള ആൾക്കാരാരെയാണ് ഞാൻ പറയുന്നത്? അവർക്ക് എന്താ, വഴി കിടന്നു കഴിഞ്ഞാൽ അവർക്ക് ഊർക്കം വലിച്ചെടുന്ന് ഉറങ്ങുമെന്നുള്ളതാണ്. എന്തുകൊണ്ടാ? അവര് അധർമ്മമായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യാൻ പോകും. കംസൻ എന്താ ഉറക്കമില്ല. ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കഴിഞ്ഞാൽ പോലും കൃഷ്ണനെയാ കാണുന്നത്. ആഹാരം അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങുമ്പോഴും ആ പ്ലേറ്റിൽ മൊത്തം കൃഷ്ണനാണ് നിൽക്കുന്നത്. ഉറങ്ങാൻ കിടക്കുമ്പോഴും കൃഷ്ണൻ. അങ്ങനെ അധർമ്മിക്ക് ഉറക്കമില്ല, ഊണില്ല, ഉറക്കമില്ല, എപ്പോഴും ഒരേ ഒരു കാര്യം. പക്ഷെ ഒരു കാര്യമുണ്ട്, എങ്ങനെയാണ് വിദ്വേഷത്തിലായാലും കഴിഞ്ഞു കഴിഞ്ഞാലും ഓർക്കുന്ന അത് അവനാ എപ്പോഴും ആരെയാണ്? സാക്ഷാൽ പരമേശ്വരനെയാണ് ഓർക്കുന്നത് എന്നുള്ളതാണ്. മുരാരികയാണ് ഓർക്കുന്നത്, മുരാന്തകനെയാണ് ഓർക്കുന്നത്, കേശവനെയാണ് ഓർക്കുന്നത്, ഗോപാലനെയാണ് ഓർക്കുന്നത്, ഗോവിന്ദനെയാണ് ഓർക്കുന്നത്. അതുകൊണ്ട് എന്താ ലാസ്റ്റിൽ എന്താണ്? ഭഗവാന്റെ കൈ കൊണ്ടല്ലേ മരിക്കുന്നത്. അതുകൊണ്ട് എന്താ മുക്തിമാർഗം ഭഗവാൻ ഒന്ന് ടച്ച് ചെയ്താൽ പോരായോ? മുക്തിമാർഗം കിട്ടിക്കഴിഞ്ഞു എന്നുള്ളതാണ്. കംസനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓരോരോ അസുരന്മാരെ എങ്ങനെ വിടുക? ആദ്യം വിട്ടത് ആരെയായിരുന്നു? കംസൻ ആദ്യം വിട്ടത് ആരെയായിരുന്നു? ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആ പൂതന കാവോള വിഷം നിറച്ചിട്ടാ മാറിലെ കാവോള വിഷം നിറച്ച് അവള് വന്നു. പക്ഷെ ആ പൂതനയ്ക്ക് പോലും ഭഗവാൻ എന്താ കൊടുത്തത്? മോശപ്രാപ്തിയെ കൊടുത്തെന്നുള്ളതാണ്. എന്തുകൊണ്ട്? അമ്മയുടെ സ്ഥാനം കൊടുത്തു, സ്തനപാനം ചെയ്തു. അതുകൊണ്ട് അമ്മയുടെ സ്ഥാനം കൊടുത്തു പൂതനയ്ക്ക്. പൂതനയ്ക്ക് പോലും മോശം കൊടുത്തു. പിന്നാരി വന്നു, ശകുടാസുരൻ വന്നു, തൃണാവർത്തൻ വന്നു, ആകാസുരൻ വന്നു, ധനുകാസുരൻ വന്നു, ബകാസുരൻ വന്നു എന്ന് പറയേണ്ട എല്ലാ അസുരന്മാരെയും വിടുക. പക്ഷേ ഇങ്ങോട്ട് ഗോകുലത്തില് അല്ലെങ്കിൽ ഗോകുലത്തിൽ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ വൃന്ദാവനത്തിൽ വരുന്ന സമയം വരുമ്പോ വലിയ അട്ടഹാസത്തോടു കൂടി വരും. പക്ഷെ തിരിച്ചു പോകുന്നത് എങ്ങനെയാ? ഭഗവാനിൽ ലയിച്ചിട്ടാണ് അവർ പോകുന്നത്. സായുജ്യം അവർക്ക് കിട്ടുന്നതെന്നുള്ളതാ. ഭഗവാന്റെ കൈകൊണ്ടാണ് അവർ മരിക്കുന്നത്. ഇവിടെ നമ്മൾ പ്രളംബാസുരന്റെ കഥയെ പഠിക്കുന്നത്. പക്ഷേ ഈ പ്രളംബാസുരനാണെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ കൈകൊണ്ട് മരിക്കാനുള്ള അത്രയും പുണ്യം അവനില്ല. അതുകൊണ്ട് ഇവിടെ ആരാ അവനെ കൊല്ലുന്നത്? ബലരാമനെ കൊല്ലുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെ കാളിയ മർദ്ദനമൊക്കെ നടത്തി. എന്നിട്ട് നമ്മൾ കണ്ടു എന്താ ഭഗവാന് എന്താ പാനം ചെയ്തത്? കാളിയമർദ്ദനം എല്ലാം കഴിഞ്ഞു. സന്ധ്യയായി കഴിഞ്ഞില്ലായിരുന്നു? സന്ധ്യയായപ്പോ അവർ വീട്ടിൽ പോയില്ല. വീട്ടിൽ പോവാതിരുന്ന് അവിടെ തന്നെ യമുന തീരത്ത് തന്നെ കിടന്നുറങ്ങുന്ന സമയത്ത് എന്തായിരുന്നു വന്നത്? എന്താണ് അവരെ മിനിങ്ങാൻ വന്നത്? അഗ്നി.
എന്നിട്ട് ഭഗവാൻ എല്ലാവരോടും പറഞ്ഞു. അന്നേരം അവർക്ക് ഒരേ ഒരു വിളിയുള്ളൂ. ആരെയാ? കൃഷ്ണ കൃഷ്ണ എന്നുള്ള വിളി. അങ്ങനെ കൃഷ്ണൻ ഉണർന്നു നോക്കുന്ന സമയത്ത് ചുറ്റിനും അഗ്നി. അഗ്നിയെ ഭഗവാൻ എന്ത് ചെയ്തു? ഇവരോടെല്ലാം പറഞ്ഞു കാണണ്ടെന്ന് വിചാരിച്ചിട്ട് കണ്ണടയ്ക്കാൻ പറഞ്ഞു. കണ്ണടച്ച് നിങ്ങൾ സന്തോഷമായിട്ട് ഇരിക്കാൻ പറഞ്ഞു. ഭഗവാൻ എന്ത് ചെയ്തു? അവരെല്ലാം കണ്ണടച്ച് കഴിഞ്ഞപ്പോ അഗ്നിയെ സ്വയം പാനം ചെയ്തു. അഗ്നിയെ പാനം ചെയ്ത ഭഗവാൻ എന്തെങ്കിലും ഉണ്ടാവും? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ എവിടെ നിന്ന്, അഗ്നി എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? ഭഗവാനിൽ നിന്ന് തന്നെ വന്നിരിക്കുന്നത്. അങ്ങനെ സ്വയം ഭഗവാൻ അതിനെ ഉള്ളിലേക്ക് എടുത്തു എന്നുള്ളതാണ്. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം പോവുക എല്ലാവരും കൂടി. എന്താ? പശുക്കളെ മേയ്ക്കാൻ വേണ്ടിയിട്ട്. പശുക്കളെ മേയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പശുക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞു, പശുക്കളെ എന്താ മേയാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് വിടും, വനത്തിലോട്ട് അങ്ങ് വിടും. എന്നിട്ട് ഈ കുട്ടികളെല്ലാം കൂടെ കളിയോട് കളി, കളിയോട് കളി, കളിയോട് കളി. നോക്കൂ, ഭഗവാന്റെ കൂടെ കളിക്കാനുള്ള മഹാഭാഗ്യ ഗോപന്മാർക്ക് കിട്ടിയെന്നുള്ള. ഗോപന്മാർ യഥാർത്ഥത്തിൽ എന്താ? ഭൂമിദേവി ചെന്നിട്ട് ഭൂമിദേവിക്ക് ഭാരം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ബ്രഹ്മാവ് ശിവനും എല്ലാവരും കൂടി പോയി വൈകുണ്ഠത്തിൽ ചെന്നിട്ട് ഭഗവാനെ സ്തുതിക്കുന്ന സമയം ഭഗവാൻ അവിടെ വരുന്നു. ഭഗവാൻ അവിടെ വരുന്ന സമയത്ത് ഭൂമിദേവിയോട് പറയുന്നുണ്ട്, വിഷമിക്കണ്ട, ഞാൻ പരിപൂർണ അവതാരമായിട്ട് ഭൂമിയിൽ വരുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പിട്ട് ഈ ദേവതകളോടെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വരുന്നതിന് മുമ്പിട്ട് നിങ്ങൾ ഭൂമിയിൽ ചെന്നിട്ട് അതിന് ഞാൻ വരാനുള്ളതിന് വേണ്ടിയിട്ട് എല്ലാം തയ്യാറെടുപ്പ് നടത്തണമെന്ന്. അന്നേരം ഈ ഗോപന്മാരൊക്കെ യഥാർത്ഥത്തിൽ ആരാണ്? ദേവന്മാരാണ്. ഗോപികമാരെന്ന് പറഞ്ഞ അപ്സരകളുമാണ്. ഭഗവാൻ വരുന്നതിന് മുമ്പിട്ട് അവർ വന്നിട്ട് തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കുകയാണെന്നുള്ളതാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രളംബാസുരൻ. അന്നേരം ഈ ഗോപന്മാരെല്ലാവരും കൂടി വന്നു, ഭഗവാനും എല്ലാം വന്നു, പശുക്കളെ ഉപയോഗിക്കാൻ വിട്ടു. എന്നിട്ട് അവര് വേമ്പന തട്ടില് കളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവരുടെ കളി എങ്ങനെയാണെന്ന് അറിയാമോ? ആദ്യം കളിക്കും. കളിച്ചിട്ട് തോക്കുന്നവൻ എന്ത് ചെയ്യണം? തോക്കുന്നവന് ജയിക്കുന്നവനെ എടുത്തിട്ട് അവര് ഒരു സ്ഥലം വെച്ചിട്ടുണ്ട്. ആ സ്ഥലം വരെ കൊണ്ടുപോകണം. തോളിൽ എടുത്തിട്ട് ആ സ്ഥലം വരെ കൊണ്ടുപോകണം. എന്നിട്ട് ഈ പ്രളംബാസുരൻ എന്ത് ചെയ്തു? വേറെ ഓരോ വേഷം കെട്ടിയിട്ട് വരുമ്പോഴാണല്ലോ പ്രശ്നങ്ങൾ വരുന്നത്. അന്നേരം ഈ ഗോപക്കുട്ടിയുടെ ഒരു വേഷം കെട്ടി, അതിലെ ഒരു ഗോപന്റെ ഒരു വേഷം കെട്ടിയിട്ട് പ്രളംബാസുരൻ അവിടെ വരികയാണെന്നുള്ളത്. അന്നേരം കുട്ടികൾക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ സാക്ഷാൽ ഭഗവാൻ അത് മനസ്സിലാവാതിരിക്കുമോ? ഭഗവാൻ അത് മനസ്സിലായി. ഇവൻ ആരാണെന്നും എന്താണെന്നും ഏതാണെന്നും എല്ലാം പ്രളംബാസുരനെ ശരിക്കും ഭഗവാൻ മനസ്സിലായി. പക്ഷെ ഒന്നും അറിയാത്ത ഭാവത്തിൽ നിന്നു എന്നുള്ളതാണ്. എന്നിട്ട് എന്ത് ചെയ്തു? രണ്ട് ചേരിയായിട്ട് തിരിയുന്നു. ഒരിടത്തെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണന്, പിന്നെ അങ്ങനെ സുദാമ, അങ്ങനെയൊക്കെയുള്ള ഇതായിട്ട് ഓരോരുത്തർ കുറച്ച് പേര് നമ്മൾ ഈ കബഡി കളിക്കത്തില്ലേ, കബഡി കളിക്കുന്നത് പോലെ. പക്ഷെ ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പന്തയത്തില് ഉള്ളതാണ് ഇത്. എന്നിട്ട് എന്ത് ചെയ്തു? ഭഗവാൻ സ്വയം തോറ്റു കൊടുത്തു എന്നുള്ളതാണ് സുദാമാവിന്. അന്നേരം സുദാമിനെ എടുത്ത് ഭഗവാൻ തോളിൽ കയറ്റിക്കൊണ്ട് ആ പോയിന്റ് വരെ പോയി. ആദ്യം നോക്കൂ, ഭഗവാൻ സ്വന്തം ഭക്തന് വേണ്ടിയിട്ട് തോക്കുന്നു, അല്ലെങ്കിൽ സാക്ഷാ എവിടെയാ ഭഗവാൻ തോക്കുന്നത് എന്നുള്ളത്. ഇവിടെ നോക്കിയ ഭക്തവാത്സല്യമാണ് ഇവിടെ പ്രകടമാകുന്നത് എന്നുള്ളതാണ്. പിന്നെ ആരൊക്കെ വന്നു? ഈ പ്രലംബാസുരനും ബലരാമനും വരുന്നു രണ്ട് ചേരിയില്, ബാക്കിയുള്ള കുട്ടികളും. അങ്ങനെ അവര് കളിക്കുന്നു. കളിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? പ്രലംബാസുരനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബലരാമ ഒരു സൈഡില്, പ്രലംബാസുരൻ ഒരു സൈഡില്. എന്നിട്ട് എന്ത് ചെയ്തു? തോറ്റവര് എന്ത് ചെയ്യണം? ജയിച്ചവര് തോളിലേറ്റി കൊണ്ടു കിടക്കണം. അന്നേരം ബലരാമൻ ജയിച്ചു. ബലരാമൻ ജയിച്ച സമയത്ത് പ്രലംബാസുരന്റെ കൂട്ടിൽ തോറ്റു. അന്നേരം പ്രലംബാസുരനെ പറഞ്ഞു, ഞാൻ ബലരാമനെ എടുത്തോണ്ട് പോവാന്ന് പറയും. അങ്ങനെ ബലരാമനെ എടുത്തോട്ട് പോവാൻ വേണ്ടിയിട്ട് പ്രലംബാസുരന്റെ തോളിൽ കയറി അങ്ങനെ പോയി. അവരുടെ ആ പോയിട്ട് കഴിഞ്ഞപ്പോഴും എന്ത് ചെയ്തു? ഈ പ്രലംബാസുരൻ ബലരാമനെ കൊണ്ട് ഓടി അങ്ങ് പോവുക. വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് ആദ്യം ബലരാമനെ കൊല്ലാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ അസുരന്മാർക്കും ഒരു പേടിയുണ്ട്. ഏത് അസുരം വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും എന്താ സംഭവിക്കുന്നത്? ആ അസുരന്മാരെ എല്ലാം ഒന്നും തിരിച്ചു വരുന്നില്ല. മനസ്സിലായി പറഞ്ഞേ? അങ്ങനെ പ്രലംബാസുരന്റെ ഉള്ളിലും ഒരു പേടിയുണ്ട്. കൃഷ്ണൻ കാണണ്ട, ആദ്യം ബലരാമനെ കൊല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രലംബാസുരൻ അങ്ങ് ദൂരെ പോവുകയെന്ന്. അത് എന്ത് ചെയ്തു? ബലരാമൻ എന്ത് ചെയ്തു? കൃഷ്ണനെ ഒന്ന് നോക്കിയപ്പം പറഞ്ഞു, ഇങ്ങനെ കണ്ണ് കാണിച്ചു കൊടുത്തു, ചെയ്തോളൂ എന്ന് പറഞ്ഞു. ബലരാമന്റെ ഭാരം കൂട്ടി. ബലരാമൻ എന്ന് പറഞ്ഞ ആരാണ്? സാക്ഷാൽ സംഘർഷണ ഭഗവാനല്ലേ? മനസ്സിലായി പറഞ്ഞ അനന്തശയനല്ലേ? അന്നേരം അനന്തനാണ്. മനസ്സിലായി പറഞ്ഞത്? എന്താ, ഭൂമിദേവി ഒരു കടുകുമണി പോലെയാണ് തന്റെ ശിരസിൽ ഏറ്റിയിരിക്കുന്നുള്ള. ഒരു കടുകുമണി, അത്രയ്ക്കും ബലവാനാന്ന് ഓർത്തോണം. എന്നിട്ട് എന്ത് ചെയ്തു? വെയിറ്റ് കൂട്ടിയപ്പോ പ്രലംബാസുരൻ തന്റെ അസുരന്റെ സ്വരൂപം എടുത്ത് ദൂരെ കൊണ്ടുപോയപ്പം ബലരാമൻ എന്ത് ചെയ്തു? ഒറ്റ ഒരു അടി ആണെന്നുണ്ടെങ്കിൽ പ്രലംബാസുരന് കൊടുത്തു. പ്രലംബാസുരൻ അവിടെ വീണ് മരിച്ചു കഴിഞ്ഞു.
മരിച്ചു അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ രണ്ടാമൻ തിരിച്ചു വരുന്ന ആ ഒരു സംഭവമാണ് നമുക്ക് ഈ പ്രളംബാസുര വധത്തിൽ ഇന്ന് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്താ? സാക്ഷാൽ ഭഗവാൻ വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് ഒന്നുമേ ഇല്ല, ചെയ്യാനില്ലാത്തതായിട്ട് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എന്താ നമ്മൾ വേണ്ടുന്നത്? എപ്പോഴും നമ്മൾ ഒരു കാര്യം ഓർത്തോണം, നമ്മള് ഞാൻ ചെയ്യുന്നു എന്നുള്ള ആ ഒരു ഭാവം കളയണം. നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താ ചെയ്യാൻ പറ്റാത്തത്? ഒരു എന്താ പറയുന്നത്, അതിസൂക്ഷ്മം, ഒരു അണുവിനേക്കാളും സൂക്ഷ്മമായിട്ടുള്ള ആ പരമാത്മാവ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്താ പറ്റുന്നത്? വെറും ശവമായി പോകുന്നുള്ളതാണ്. ശവമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ദേഹം പതിക്കുന്ന സമയത്ത് എന്താ പറ്റുന്നത്? നമ്മുടെ എല്ലാ അവയവങ്ങളും അതിനകത്തുണ്ട്. പക്ഷെ അതിനകത്ത് ഉള്ളിൽ നിന്ന് പോയിരിക്കുന്ന ആണ് പരമാണുവാണ്, ഭഗവാന്റെ ആ അംശമാണ്. അന്നേരം നമ്മളുമാര് തന്നെയാ ഭഗവാന്റെ അംശം. നമ്മൾ എന്താ ചിന്തിക്കുന്നത്? ഞാനാണ് എല്ലാ കാര്യവും ചെയ്യുന്നത്, ഞാനാണ് എന്റെ സാമർത്ഥ്യം കൊണ്ട് എല്ലാം ചെയ്യുന്നത് എന്നുള്ളതാണ്. ആ ഒരു ഭാവം നമ്മൾ ആദ്യം കളയണമെന്നുള്ളതാണ്. ആ ഭാവം കളയണമെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും അങ്ങനെയൊന്നും കളയാൻ പറ്റില്ല. പണ്ട് ഞങ്ങളാണെന്നുണ്ടെങ്കിൽ DT കിച്ചണിൽ ഇങ്ങനെ ഭഗവാന് വേണ്ടിയിട്ട് പ്രസാദം ഉണ്ടാക്കുന്ന സമയത്ത് രാധാനാഥ് മഹാരാജ് വന്നു. രാധാനാഥ് മഹാരാജ് വന്നപ്പം പിന്നെ മാതാജിമാര് പറഞ്ഞു, ഞാൻ അതുണ്ടാക്കി, ഞാൻ ഇതുണ്ടാക്കി, ഞാൻ അങ്ങനെ ഉണ്ടാക്കി, ഇങ്ങനെ ഉണ്ടാക്കി എന്നൊക്കെ. രാധാനാഥ് മഹാരാജ് ചിരിച്ചപ്പോ പറഞ്ഞു, യു ആർ നോട്ട് മേക്കിംഗ് എനിത്തിങ്, in you Krishna is there, that is why you can make all these things എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നിങ്ങളുടെ ഉള്ളിൽ ഭഗവാനാണ്, കൃഷ്ണനാണ് ഉള്ളത്. ആ കൃഷ്ണനെയാണ് എല്ലാം ചെയ്യുന്നത്, അല്ലാതെ നിങ്ങളല്ല ഒന്നും ചെയ്യുന്നത്. ഇനി ഇങ്ങനെ ഒരു ചിന്ത പോലും. അദ്ദേഹം അമേരിക്കക്കാരൻ, അതുകൊണ്ട് ഇല്ല, പിന്നെ മലയാളം പിന്നെ പറയുകയും വേണ്ട, ഹിന്ദി പോലും അറിയില്ല, അധികം ഇംഗ്ലീഷ് തന്നെ സംസാരിക്കുന്നത്. പക്ഷെ എന്താ മഹാരാജ് പോകുന്ന സമയത്തുണ്ടല്ലോ, അങ്ങോട്ടും കീർത്തനം ചൊല്ലിക്കൂട്ടി നമ്മൾ അങ്ങോട്ട് പോകും. കീർത്തനം മഹാരാജക്കന്മാരെന്താ, ആദ്യം മഹാരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭരിക്കുന്ന മഹാരാജ് അല്ല, ഇസ്കോണിലെ സന്യാസിമാർക്കാണ് മഹാരാജ് എന്ന് പറയുന്നത്. ഇദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 16-ാമത്തെ വയസ്സിലാണെന്നുണ്ടെങ്കിൽ സ്വന്തം ദേശമായിട്ടുള്ള അമേരിക്ക വിട്ട് അങ്ങ് ഇറങ്ങുവാണെന്നുള്ളതാണ്. എന്നിട്ട് ഇന്ത്യയിൽ വന്നിട്ട് എല്ലായിടത്തും ചുറ്റിക്കറങ്ങി അവസാനമാണ് പ്രഭുപാദരെ ഗുരുവായിട്ട് സ്വീകരിച്ച് പിന്നെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം സന്യാസിയാവുന്നതാണ്. ഭയങ്കര രസമാണ് അദ്ദേഹത്തിന്റെ ആ പ്രഭാഷണങ്ങളൊക്കെ ഒന്ന് കേൾക്കണം എന്നുള്ളത്. പക്ഷെ അമേരിക്കൻ അസെന്റ് അധികം ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല. പക്ഷെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഇതിൽ ഒരിക്കലും ഇതുപോലെ രാമേശ്വരത്തുകൂടി ഞങ്ങളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കീർത്തനം ചൊല്ലി ഇങ്ങനെ പോകുന്ന സമയത്തുണ്ടല്ലോ, ഈ മഹാരാജ് ഇങ്ങനെ കൈ ഉയർത്തി അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് നമുക്ക് വായുവിലുണ്ടല്ലോ ഇങ്ങനെ അദ്ദേഹം പറഞ്ഞിങ്ങനെ ഹരകൃഷ്ണ മഹാമന്ത്രം ചെല്ലുവാണോന്ന് നമുക്ക് തോന്നിപ്പോകുന്നത്. ഓരോരുത്തരുടെ ഭക്തി നിങ്ങൾ കാണണമെന്നുള്ളത്. ദൈവമേ, നമുക്ക് കണ്ണിൽ നിന്ന് ഇറ്റിറ്റ് കണ്ണീര് വീഴും. നമ്മൾ വിചാരിക്കും ദൈവമേ ഈ ഫോറിനേഴ്സ് ഇത്രയും ഭക്തിയോടും വിചാരിക്കും എന്നുള്ളത്. അവർക്കാണ് യഥാർത്ഥത്തിൽ ഭക്തി. എന്താണ്? അവരുടെ ഉള്ളിലുണ്ടല്ലോ ഒന്നും അടിച്ചു കയറ്റിയിട്ടില്ല, വേറെ ഒന്നും അവരുടെ ഉള്ളിൽ ചിന്തയില്ല. അവർക്ക് കൃഷ്ണ എന്ന് പറയാൻ അറിയില്ല, കൃഷ്ണ എന്ന് പറയുന്നത്. പക്ഷെ പറഞ്ഞു പിന്നെ കൃഷ്ണനാവും, അത് വേറെ കാര്യം. അന്നേരം എന്താ, നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ അവരെന്താ ചെയ്യുന്നത്? സംശയദൃഷ്ടിയോടുകൂടി നോക്കില്ല എന്നുള്ളതാണ്. മനസ്സിലായി പറഞ്ഞത്? അന്നേരം അവര് ഒരു ഗുരുവിനെ അങ്ങോട്ട് സ്വീകരിച്ചു കഴിഞ്ഞ ആ ഗുരുവാണ് പിന്നെ അവരുടെ എല്ലാം. അദ്ദേഹം എന്ത് പറയുന്നുവോ അതനുസരിച്ച് അവര് കൂടുന്നുള്ളതാണ്. ഫോർഡ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാറിന്റെ ഏറ്റവും വലിയ പ്രൊഡ്യൂസേഴ്സാണ് ഫോർഡ് കമ്പനി. അതിന്റെ ഒരു മകന് പ്രഭാതരെ ഉള്ള സമയത്ത് തന്നെയാണ് വന്നത്. എന്നിട്ട് അദ്ദേഹം വലിയ സന്യാസിയായി എന്നുള്ളതാണ്. അതേപോലെ ആപ്പിളിന്റെ ഇപ്പം തന്നെ ആപ്പിൾ കമ്പനി അങ്ങനെ എത്രയെത്രയോ മുകേഷ് അംബാനി, റിലയൻസിന്റെ, അതേപോലെ ഹേമമാലിനി, നമ്മുടെ ഈ കുടുംബവിളക്കിൽ ഒരു പെണ്ണുണ്ടായിരുന്നല്ല, അതിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, സുചിത്രയോ, അതെ, ഇതെല്ലാം എസ്കോർട്ടി കുട്ടികളാണെന്നുള്ളതാണ്. നമ്മളൊക്കെ വിചാരിക്കും ദൈവമേ ഇവരൊക്കെ എങ്ങനെ ഇത് അവരുടെയൊക്കെ ആ ഒരു പ്രഭാഷണം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് പോകുന്നു. അവരുടെ ഓരോ രോമകൂപത്തിലും ഉണ്ടല്ലോ, ഈ അർജുനന്റെ കൂട്ടാണെന്നുണ്ടെങ്കിൽ അവരുടെ ബ്ലഡിൽ ഇങ്ങനെ കൃഷ്ണ എന്നുള്ള ആ ഒരു നാമം ഇങ്ങനെ ലയിച്ച് കിടക്കുകയാണെന്നുള്ളതാണ്. പത്തിലാല് അങ്ങനെ വലിയ വലിയ ഇൻഡസ്ട്രിയലിസ്റ്റ് എല്ലാം സ്കൂളിൽ കുട്ടികളെ. എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മൾ വിളിക്കുന്ന ഭഗവാന്മാർ സ്വയമാണ് നമ്മളെ വിഷ്ണു ഭക്തിയിലേക്ക് വിടുന്നത് എന്തിനു വേണ്ടിയിട്ടാ? മോശപ്രാപ്തിക്ക് വേണ്ടിയിട്ടാ. ആ വൈകുണ്ഠത്തിൽ മാത്രമേ, കുണ്ഠതയില്ലാത്ത ലോകമാണ് വൈകുണ്ഠം.
വൈകുണ്ഠത്തിൽ ചെന്നാൽ മാത്രമേ നമുക്ക് ഇനി ജന്മമൃത്യു ജരാവ്യാധികളിൽ കിടന്നുഴലാതെ ഭഗവാന്റെ സേവ ചെയ്ത് അവിടെ ജീവിക്കാൻ പറ്റും. അതേസമയം നമ്മൾ പുണ്യങ്ങൾ ഒരുപാട് ചെയ്തു എന്ന് വെച്ചോ, എന്നിട്ട് എന്താ, നമുക്ക് മരിച്ചുപോയി എന്നിട്ട് സ്വർഗപ്രാപ്തി കിട്ടും. സ്വർഗപ്രാപ്തി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ പുണ്യങ്ങൾ തീരുന്ന സമയത്തുണ്ടല്ലോ നമ്മളെ അവര് സ്വർഗത്തിൽ നിന്നിട്ട് ഭൂമിയിലേക്ക് വിടുമെന്നുള്ളത്, പിന്നെയും ജനിക്കേണ്ടി വരും എന്നുള്ളത്. കലികാലത്തിന്റെ നമ്മൾ കാണുന്നത് മൊത്തം ഒന്നും ആയിട്ടില്ല. വളരെ ഒരു 10% വർഷമേ 10ഉം ആയിട്ടില്ല. ഒരു 5% വർഷമേ ആയിട്ടുള്ളൂ. ഇനി എത്രയോ ലക്ഷങ്ങള് വർഷങ്ങൾ കിടക്കുവാണെന്നറിയാമോ. അന്നേരം ഇപ്പൊ ഇത്രയും സഹിക്കാൻ പറ്റാത്ത ഈ കലികാലത്തിൽ നമുക്ക് മുന്നോട്ട് ഇനിയും നമുക്ക് ജന്മങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും ജീവിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്ക് പോലും. അതുകൊണ്ടുണ്ടല്ലോ നമ്മള് ചിന്തിച്ചതിന് ശേഷം സൽപ്രവർത്തികളിൽ കൂടി നമ്മളാണെന്നുണ്ടെങ്കിൽ ശാസ്ത്രങ്ങൾ പഠിച്ചിട്ട് നമ്മൾ ഗുരുവിനെ സ്വീകരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കൂ. അന്നേരം നിങ്ങൾ വിചാരിക്കും മാതാജി എപ്പോഴും പറയുന്ന മരണത്തിന് ശേഷമാണ്. ഇല്ലപ്പാ, ഇപ്പോഴും അതേപോലെ തന്നെ. ഈ സമയമായി കഴിഞ്ഞു കഴിഞ്ഞാലും ഉണ്ടല്ലോ നമുക്ക് ആനന്ദപൂർണമായിട്ടുള്ളൊരു ജീവിതമാണ് കിട്ടുന്നത്. എന്തുകൊണ്ടാ? നമുക്കാണെന്നുണ്ടെങ്കിൽ ഷഡ്വൈരികൾ നമ്മളിലില്ല. ഷഡ്വൈരികൾ എന്ന് പറഞ്ഞാൽ ആഗ്രഹം ഇല്ലെങ്കിൽ പിന്നെ ഒന്നിനും കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ ഈ ആഗ്രഹങ്ങളാണ് നമ്മളെ ആണെന്നുണ്ടെങ്കിൽ ഇട്ടങ്ങ് ചുറ്റിത്തിരിക്കുന്നതെന്നുള്ളതാണ്. ആഗ്രഹം എത്ര കൂടുന്തോറും ഉണ്ടല്ലോ ടെൻഷൻ അത്രയും കൂടിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഇതിനകത്തൊക്കെ വന്ന മാതാജിമാരോട് ചോദിച്ചാൽ മതി, വലിയ ആഭരണം ഉള്ളതുപോലെ അവർ അണിയാത്തില്ല എന്നുള്ളത്. ആഭരണങ്ങളായി കഴിഞ്ഞാലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളായി കഴിഞ്ഞു കഴിഞ്ഞാലും പിന്നെ മനുഷ്യൻ നല്ല ഗെറ്റപ്പോട് കൂടി ഇരിക്കണം. എന്താ, ഒരുങ്ങിക്കിടക്കണം. മരിച്ചു കിടന്നാൽ ഒരുങ്ങിക്കിടക്കണം എന്ന് പറയുന്നത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു അപ്പിയറൻസിന് വേണ്ടിയിട്ട് മാത്രമാണുള്ളത്. അല്ലാതെ അവരുടെ ഉള്ളിൽ ഇരിക്കുന്നത് ആരാണ്? സാക്ഷാൽ ഭഗവാനാണ് ഇരിക്കുന്നത്. ആ ഭഗവാൻ ഇരിക്കുന്നത് കൊണ്ട് എന്താ, കാമക്രോധ മോഹ ലോഭ മത മാത്സര്യമില്ല. മാത്സര്യമേ ഇല്ല. അവരെങ്ങനെ വാങ്ങിച്ചു, അതുകൊണ്ട് എനിക്കും വാങ്ങിക്കണം. എനിക്ക് വാങ്ങിക്കണം എന്നുള്ള ആ ചിന്തയിൽ എന്താ, അവരൊരു കാറ് വാങ്ങിച്ചു. ആ കാറ് വാങ്ങിച്ചപ്പോ ഇപ്പുറത്തെ വീട്ടിലും കാറ് വാങ്ങിക്കണം. നമ്മുടെ കയ്യിൽ കാശില്ല. നമ്മൾ എന്ത് ചെയ്യും? ഉടനെ പോകും ലോണിന് വേണ്ടിയിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വിറ്റുപറക്കിയൊക്കെ ഉടനെ അവരുടെ മാത്സര്യത്തില് അവരെ മത്സരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉടനെ കാശുണ്ടാക്കാൻ, ആ കാശ് തിരിച്ചടയ്ക്കാനോ? നമുക്കുള്ളത് മതി. നമുക്കുണ്ടെങ്കിൽ പോലും അത് ഉപയോഗിക്കണമെന്നുള്ള തോന്നലുണ്ടാവില്ല എന്നുള്ള ഇസ്കോൺ ഡിവോട്ടികൾ കണ്ടു കഴിയണം. അവരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ലിവിങ് ആൻഡ് ഹൈ തിങ്കിങ് ആണ് അവരുടെ. മനസ്സിലായി പറഞ്ഞ? സിമ്പിൾ ലിവിങ് ആൻഡ് ഹൈ തിങ്കിങ്. എനിക്ക് ഇല്ലേലും കുഴപ്പമില്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? രന്തിദേവന്റെ കൂട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വേറുള്ളവർക്ക് കൊടുത്തോണ്ടേയിരിക്കണം എന്നുള്ളതാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, എവിടെ ആവശ്യക്കാരുണ്ടോ അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ്. ഭഗവാന്റെ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്നുള്ളതാണ്. ആ ആൾക്കാർക്ക് വേറെ നമ്മളിപ്പോ ഒരാശ്രമങ്ങളിൽ ചെന്ന് കഴിഞ്ഞാലോ അവർക്ക് പിശുപാത്രം എടുത്തോണ്ട് പിശ കണ്ടാൻ പറ്റുമോ? അവർക്കും എല്ലാ ആവശ്യങ്ങളുണ്ട്. ആഹാരം, ഭഗവാന് പ്രസാദം വെക്കണം, ഭഗവാനെ അവരുടെ കാര്യങ്ങൾ അവർ ഒരു സൈഡിൽ വെക്കും എന്നുള്ളത്. ഇപ്പം ലഡുഗോപാൽ ഉള്ളവർക്ക് അറിയാം. നമുക്ക് വാങ്ങിച്ചില്ലെങ്കിൽ ലഡുഗോപാലിനായിരിക്കും ആദ്യം തുണികളെല്ലാം വാങ്ങിക്കുന്നത്. അത് 1-2 പൈസയുടെ 10 5,000 അങ്ങനെയൊക്കെയുള്ള പൈസയുടെ വാങ്ങിക്കുക. എന്നാലും നമുക്ക് അങ്ങോട്ട് തൃപ്തി വരില്ല. ലഡുഗോപാലിന് വാങ്ങിച്ച് ഭഗവാന് വാങ്ങിച്ച് കുഞ്ഞു കൃഷ്ണന്റെ അരി പറയുന്ന ലഡുഗോപാലിന് എത്ര വാങ്ങിച്ചു കഴിഞ്ഞാലും നമുക്ക് തൃപ്തി വരില്ല. പക്ഷെ നമ്മൾ ഒരിക്കൽ പോലും ചിന്തിക്കില്ല എന്നുള്ളതാ, ഈ പൈസ കൊടുത്ത് എനിക്ക് ഇന്നത് വാങ്ങിക്കാമെന്നുള്ളതാ. അതാണ് ആ ഒരു ആനന്ദം എന്നുള്ളതാ. എന്നിട്ട് എന്താ പറ്റുന്നത് എന്നുള്ളതാ. അന്നേരം നമ്മൾ എന്താ, നമുക്ക് വേറെ ഒരു ആഗ്രഹങ്ങളുടെ പുറകെ നമ്മൾ പോകുന്നില്ല. പിന്നെ എന്തിനാ നമുക്ക് ടെൻഷൻ? അതിനൊരു മതം വരുന്നില്ല, മാത്സര്യം വരുന്നില്ല. ലോപിച്ച് നമ്മൾ നാളത്തെ കാലത്തേക്ക് ഒരുപാട് സമ്പാദിച്ചു കൂട്ടണമെന്നുള്ള ആഗ്രഹമില്ല. ഭഗവാനെ സകല സമർപ്പിച്ചിരിക്കുക. ആശ്രമവാസികളുടെ കാര്യം നമ്മൾ പറഞ്ഞേ. ആശ്രമവാസികൾക്ക് എങ്ങനെയാ? അവർക്ക് പോയി പിഷപാത്രം കൊണ്ട് പിഷ ഉണ്ടാൻ പറ്റില്ല. അവർക്കും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഭഗവാന് പ്രസാദം വെക്കണം, ഭഗവാന് ഡ്രസ്സുകൾ വേണം, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങള്. അതിനോടൊപ്പം അവരുടെയും നിത്യവൃത്തി കഴിച്ചു പോകണം അല്ലെ. അന്നേരം അവരെന്താ, ആരും അങ്ങോട്ട് പറയില്ല എന്നുള്ളത്. ഇപ്പം തന്നെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം നമ്മള് ജഗന്നാഥ് പുരിയിലെ രഥയാത്ര കൊല്ലത്ത് 30-ാം തീയതി അല്ല 27-നോ 28-നോ നടക്കുന്നുണ്ട്. അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഗന്നാഥ് പുരിയിലെ ജഗന്നാഥന് രഥയാത്രയുടെ സമയം ഒരാഴ്ച അവിടെ ലീവാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ എത്ര ലക്ഷം രൂപയാ, എനിക്ക് തോന്നുന്നു 1 കോടി രൂപയെങ്കിലും ആ രഥയാത്രയ്ക്ക് വേണ്ടിയിട്ട് അവിടെ ചെലവാകും എന്നുള്ളത്. ഇതെല്ലാം ആരെങ്കിലും ഒക്കെ സ്പോൺസർ ചെയ്യുന്ന പൈസ ആണ്. പക്ഷെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും,
നമുക്ക് ജഗന്നാഥന് വേണ്ടിയിട്ട് എന്ത് നമ്മൾ ചിലവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ രഥയാത്രയ്ക്ക് വേണ്ടി എന്ത് ചിലവാക്കി കഴിഞ്ഞാൽ അതിന്റെ 100 ഇരട്ടി നമുക്ക് തിരിച്ചു കിട്ടുമെന്നുള്ളത്. അതാണ് ജഗന്നാഥന്റെ കാരുണ്യം എന്നുള്ളത്. അത് ഈ ജഗന്നാഥ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു, നമ്മൾ കേരളക്കാരധികം കണ്ടിട്ടില്ലെങ്കിലും, പക്ഷേ ഒരു പുരിയിലെ അതേ ദിവസം തന്നെ കൊല്ലത്ത് നമ്മൾ അത് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു അത്ഭുതം എന്നേ എനിക്ക് പറയാൻ പറ്റൂ എന്നുള്ളതാണ്. ഇവിടെ ഉള്ള ആൾക്കാർ, ഇതൊന്നും കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ഇത്രയും ആ ഒരു മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര അത്ഭുതം തന്നെയാ മാനേജ് ചെയ്യുക എന്നുള്ളത്. അന്നേരം ജഗന്നാഥനെ, ബലദേവ്, അവർ സുഭദ്രമയ്യ, ഇവരെ 3 പേരെയും കൊണ്ടുവരിക, ഒരുക്കുക. പിന്നെ ആളുകൾ എത്ര പേരും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു കണക്ക് വെച്ചിട്ട് നമുക്ക് ആഹാരമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അത് വരുന്നവർക്കെല്ലാം പ്രസാദം കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ അത് രഥത്തിൽ വെച്ചിട്ടുണ്ടല്ലോ, ഇങ്ങനെ നഗരപ്രദക്ഷിണം ചെയ്യുക എന്നുള്ളതാണ്. അത് എന്താ, നമ്മളെല്ലാവരുമാണ് കയറ് പിടിച്ചിട്ട് അതിനെ വലിച്ചുകൊണ്ട് പോകുന്നത് എന്നുള്ളതാണ്. ജഗന്നാഥ്പുരിയിൽ എങ്ങനെയാണോ ഭഗവാൻ എന്താ ചെയ്യുന്നത്, ഭഗവാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ പോകും, അല്ലെങ്കിൽ നമ്മൾ എത്ര കിടന്ന് പിടിച്ചു കഴിഞ്ഞാലും വരില്ല എന്നുള്ളത്. ചിലപ്പം എന്താ ചെയ്യുന്നത്, ആ വണ്ടി വേറെ ഏതെങ്കിലും ഒരു കോർണറിലോട്ട് പോയിരിക്കും. അവിടെ പിന്നെ കുറെ നേരം നിൽക്കും. അങ്ങനെ ഈ ഒരാഴ്ച എടുക്കുന്നതെന്നുള്ളതാണ്. അങ്ങനെ ഈ ഒരാഴ്ച എടുക്കുന്ന സമയത്തുണ്ടല്ലോ, അവിടെ ഒരു പുതിയ മജിസ്ട്രേറ്റ് വന്നു. മജിസ്ട്രേറ്റ് വന്ന സമയത്ത് അവർ ഓർഡർ പുറപ്പെടുവിച്ചു, ജഗന്നാഥന്റെ യാത്ര എന്ന് പറഞ്ഞ് 1 ദിവസം കൊണ്ട് തീർക്കണമെന്ന്. ഇവിടുന്ന് കുട്ടിച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ദൂരമൊന്നുമില്ല, പക്ഷെ ഒരാഴ്ച അവിടെ എടുക്കുന്നത്. പക്ഷെ അവർ വലിയ ഓർഡർ ഇട്ട് 1 ദിവസം കൊണ്ട് അത് തീർക്കണമെന്ന് പറഞ്ഞു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫീസുകളെല്ലാം അവധിയല്ലേ, സ്കൂളുകളെല്ലാം അവധി, കോളേജുകളെല്ലാം അവധി, ഒരാഴ്ച. അതുകൊണ്ട് അവരങ്ങനെ ഓർഡർ പുറപ്പെടുവിച്ചു. ജഗന്നാഥന്റെ തേര് വെളിയിലിറങ്ങി കുറച്ചങ്ങോട്ട് ദൂരം വന്ന സമയത്ത് ആ രഥം അതേപോലെ അവിടെ നിന്നു. ആരെല്ലാം പിടിച്ചെണുകയും ഇളക്കിയണയ്ക്കുകയും ആനയെ കൊണ്ടുവന്ന് പിടിപ്പിച്ചെണെങ്കിൽ ആ രഥം 1 ഇഞ്ച് മുന്നോട്ട് ഇളകിയിലാണ്. അവസാന മജിസ്ട്രേറ്റ് വന്നവിടെ മാപ്പ് പറഞ്ഞു. മാപ്പ് പറഞ്ഞതിന് ശേഷമാണ് ആ രഥം അവിടെ ഇളകിയെന്നത്. അത്രയ്ക്കുമാണ് കലികാലത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തന്മാർക്ക് എന്താ ഭക്തന്മാർക്കാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അനുഗ്രഹം കൊടുക്കാൻ വേണ്ടിയിട്ട്, ഭക്തന്മാരെ കാണാൻ വേണ്ടിയിട്ടാണ് ഭഗവാനെ രഥയാത്ര നടത്തുന്നത് എന്നുള്ളതാണ്. അത്രയ്ക്കും ഭക്തവത്സലനായിട്ടുള്ള ആരുടെ ഭഗവാൻ ജഗന്നാഥനെയാണ് നമ്മള് കൊല്ലത്ത് രഥയാത്ര നടത്താൻ പോകുന്നത്. നിങ്ങളെല്ലാവരും എല്ലാ തരത്തിലും ആദികർത്ത പ്രഭുവിന്റെ ടീമാണ്. അവരെ എല്ലാ തരത്തിലും സഹായിക്കുക. അർത്ഥത്തിലായി കഴിഞ്ഞാലും, ലക്ഷ്മി കൊടുത്തായി കഴിഞ്ഞാലും, ആളാലയായി കഴിഞ്ഞാലും, എല്ലാ തരത്തിലും നിങ്ങൾ മനസ്സുകൊണ്ടും നിങ്ങളുടെ പ്രാർത്ഥനയും വേണം എല്ലാം മംഗളമായി നടക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്കും കടക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, പ്രളംബാസുരപദമ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ ഈസി ആയിട്ട് എടുക്കരുത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടായി പറയുന്നത് കേട്ടോ. നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഒരു കുറേയൊക്കെ ഒന്നും ജീവിച്ച പോലും നമുക്ക് ഏത് സ്ഥലത്തിൽ എവിടെ നിന്നൊക്കെ പൈസ വരുന്നു നമുക്ക് പോലും അറിയില്ല എന്നുള്ളത്. പൈസ മാത്രമല്ല, ജീവിതം ടെൻഷൻ ഇല്ലാതെ ജീവിതം പോകും. മാതാജി ഹരകൃഷ്ണ മാതാജി ട്രിവാൻഡ്രത്ത് എന്നാ വരുന്നേ? ട്രിവാൻഡ്രത്ത് അതിന്റെ പിറ്റേ ദിവസം തോന്നുന്നുണ്ട്. കൊല്ലത്ത് പോലെ നമ്മുടെ എല്ലാരും കൊല്ലത്തുകാരല്ലേ? 27, 28 തിരുവനന്തപുരത്ത്. എപ്പോഴാ മാതാജി? അല്ല 28 ശനിയാഴ്ച. 28 അല്ല, തിരുവനന്തപുരത്ത് ജൂലൈയിലെ കണ്ട, ജൂലൈ 7 അങ്ങനെ കണ്ട. ഞാൻ അതിന്റെ ഇത് അയച്ചു തരാം. ശരി, താങ്ക് യു സോ മച്ച്. ഹരകൃഷ്ണ. അന്നേരം അതങ്ങനെ വരും. അല്ല, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്തുവാ, ആ ജഗന്നാഥ്പുരിയിലെ ആ രഥയാത്രയുടെ കാര്യം നമ്മൾ പറഞ്ഞ ഭയങ്കര നല്ല രസമാണ്. നമുക്കുണ്ടല്ലോ, നമുക്ക് രഥം ഉരുട്ടുന്ന കയറയിലൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ തോലും നമ്മുടെ പാവങ്ങളെല്ലാം തീരുമെന്നാ പറയുന്നതാണ്. അത്രയ്ക്കും പവിത്രമായിട്ടുള്ളതാണ് ആ രഥയാത്ര. അതുകൊണ്ട് എല്ലാ തരത്തിലും നിങ്ങൾ അവരെല്ലാം സഹായിക്കുക. നമുക്ക് നമ്മുടെ പോർഷനിലേക്ക് കിടക്കാം. ഇനി പ്രളംബാസുരപദമ ഞാൻ പറഞ്ഞു. പ്രളംബാസുരനെ ആരാ കൊന്നത്? ബലരാമനാ കൊന്നത്. അത് എന്തുകൊണ്ടാ? പ്രളംബാസുരന് അത്രയും സുഹൃതം ചെയ്തിട്ടില്ല. ഭഗവാന്റെ കൈകൾ കൊണ്ട് മരിച്ച് അവന് മുക്തി നേടി പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? ബലരാമനോട് പറഞ്ഞു, ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ബലരാമന് പ്രളംബാസുരനെ കൊല്ലുന്നു. നമുക്കിനി നമ്മുടെ വായിക്കാം. ഓക്കെ. രാമസഖാവിദിനേ കാമദാ ഭഗവൻ ഗതോ ഭവാൻ വിപിനം സോനുവിരവി ഗോപാനേന വിരവി സമൃതോല സദ്ദേശക രാമസഖ ഭഗവൻ ഗതോ ഭവാൻ വിപിനം സോനുവിരവി ഗോപാനേന വിരവി സമൃതോല സദ്ദേശക രാമസഖാവിദിനേ കാമദാ
ഭഗവൻ ഗതോ ഭവാൻ വിപിനം സൂനു വിരവി ഗോപാനേനു വിരവി സമൃദ്ധോ ലസദ്ദേശക രാമസഖാവിദിനേ കാമത ഭഗവൻ ഗതോ ഭവാൻ വിപിനം സോനു വിരവി ഗോപാനേനു വിരവി സമൃദ്ധോ ലസദ്ദേശക സോനു വിരവി ഗോപാന തേനു വിരവി സമൃദ്ധോ ലസദ്ദേശക രാമസഖാവിദിനേ കാമത ഭഗവൻ ഗതോ ഭവാൻ വിപിനം വിരവി ഗോപാനേനു വിരവി സമൃദ്ധോ ലസദ്ദേശക. ഹരേ കൃഷ്ണ. രാമസഹ കാപി ദീനേ കാമത ഭഗവൻ ഗതോ ഭഗവൻ വിഭിന്നം സുനുഭിരപി ഗോപാനം ധേനുഭിര അഭിസംവൃതോ ലസദേശഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രാമസഹേ കോവിദിനെ ഗോപാനാം ധേനുഭിരഭി സംവൃതോ ലസദ്വേഷഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. മാതാജി. രാമസഖാവിദിനേ കാമദാ ഭഗവൻ ഗതോ ഭവൻ വിപിനം സുനുഭിരവി ഗോപാനാം ധേനുഭിരവി സമൃതോ ലസദേശക. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. രാമസഖ കോവിദിനെ കാമദ ഭഗവൻ ഗതോ ഭവാൻ വിപിനം സുനഭിരപി ഗോപാനാം ധേനുഭിരപി സമൃതോ ലസദ്ദേശഃ. ഹരേ കൃഷ്ണ മാതാജി. ഇതാരാ വായിച്ചേ? ഇതാരാ വായിച്ചത്? ഹരിബോൾ. ഇപ്പം മാതാജി സുധയാണ്. സുധ പുതിയതായിട്ടാണോ? സുധയാ പുതിയതാണോ? ഇല്ല മാതാജി, ഞാനിവിടെ എന്റെ ശബ്ദം സുധാദേവ. ഓക്കെ. ഇന്നൊരു പുതിയൊരു പെണ്ണിന്റെ ശബ്ദം പോലെ തോന്നി. അയ്യോ വയസ്സായ ഓരോ ദിവസം എങ്ങാട്ട് വരുവല്ലേ? ഞങ്ങളുടെ ക്ലാസ്സിലൊക്കെ കയറിയിട്ട് എങ്ങാട്ട് വരുവല്ലേ? വെരി ഗുഡ്. അല്ല, ഇന്നലെ ഞാൻ വഴിയിൽ ബുക്കും വെച്ച് യാത്രയിൽ എഴുതിയതാണ് മാതാജി. ഞാൻ വിളിച്ചില്ലേ, ശ്രീകണ്ഠേശ്വരത്ത് അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴി. മനസ്സിലായല്ലേ? ശബ്ദം എനിക്ക് വേറൊന്നു പോലെ തോന്നി, അതാണ്. എനിക്ക് തണുപ്പടിച്ച് വയ്യ തന്നെ. അതെ. ഹരേ കൃഷ്ണ. ഇനി ഒരു പ്രവൃത്തി വായിച്ചോളൂ. ഞാനും കൂടെ വായിക്കട്ടെ? ഓ, വായിച്ചോ. അയ്യോ, പാവ ഉറങ്ങത്തില്ല, കഷ്ടം. എളുപ്പം വായിച്ചു. വാസുദേവായ രാമസഖാദിനെ കാമദ ഭഗവാൻ ഗതോ ഭവാൻ വിപീനം സുനോഭിരപി ഗോപാന ധേനു ഭിരപി സംവൃതോ ലസദോഷഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അതിന്റെ ഒരു പ്രവൃത്തി വായിച്ചോ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. രാമസഖാപി ദിനേ കാമദ ഭഗവൻ ഗതോ ഭവാൻ വിപിനം സുനുഭിരപി ഗോപാനാം ധേനുഭിരപി സംവൃതോ ലസദ്വേഷ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രാമസഖാവി ദിനേ കാമദ ഭഗവൻ ഗതോ ഭവാൻ വിപിന. പിന്നെ ഒരു ദിവസം എന്താണ്, ഭഗവാന് അഭീഷ്ടദാതാവായ ഭഗവാന്, കാമദ എന്ന് പറഞ്ഞ അഭീഷ്ടദാതാവ് ഭഗവാൻ എന്തു ചെയ്തു? ഗതോ ഭവാൻ വിപിനം. നല്ല വേഷമൊക്കെ കിട്ടി എന്നും ബലരാമനോടുകൂടി പോന്നെ. എന്താ യശോദാമ്മ അങ്ങനെ ഇങ്ങനെയാണ് വിടുവോ? ഏറ്റവും കൂടിയ പട്ടൊക്കെ ഉടുപ്പിച്ചത് അത് ഇങ്ങനെ വിടുന്നതെന്നുള്ളതാണ്. എന്നിട്ട് മയിൽപ്പീലിയൊക്കെ കുത്തി നല്ല ആഭരണങ്ങളൊക്കെ അണിയിച്ചിട്ടൊക്കെ പോകുന്നത്. പക്ഷെ വനത്തിൽ ചെല്ലുമ്പം ഗോപന്മാരുടെ ഒരു അണിയിച്ചൊരുക്കലുണ്ട്. എന്താ, ഉള്ള ചെളിയെല്ലാം കൂടെ വാരി സെന്റ് അല്ലെങ്കിൽ പേസ്റ്റ് പോലെയൊക്കെ തേച്ച്, അത് കഴിഞ്ഞിട്ട് അവരവിടെ നിന്നിട്ട് തന്നെ ഒരു മയിൽപ്പീലിയൊക്കെ ഇങ്ങോട്ട് മയിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. അന്നേരം മയിലൊക്കെ ഇങ്ങനെ മയിൽപ്പീലികളൊക്കെ പൊളിച്ചിടും. എന്നിട്ട് ഒരു മയിൽപ്പീലിയൊക്കെ എടുത്തു വെച്ചു. എന്നിട്ട് എന്താ ചെയ്യുന്നത്, വനത്തിൽ നിന്ന് പൂവൊക്കെ പറിച്ച് ഒരു വനമാലയൊക്കെ കിട്ടി അവരുടേതായിട്ടുള്ള ഒരുക്കങ്ങളുണ്ട് കൃഷ്ണന്. ഇന്നത്തെ ദിവസം ഉജ്ജ്വലമായിട്ടുള്ള വേഷത്തോടുകൂടി ബലരാമനോടുകൂടി ഭഗവാനെ അവിടെ നിന്നിട്ട് ഗോപന്മാര് പശുക്കളുമായിട്ട് പോവുക. സൂനുപരവി ഗോപാന ധേനുപരവി സമൃദ്ധോ ലസദേശക. അങ്ങനെ ഗോപന്മാരും പശുക്കളുമായിട്ട് ചുറ്റിമായി എല്ലാവരും കൂടി കാട്ടിലേക്ക് പോവുക. ഭഗവാൻ നല്ല ആരുടെ കൂടെ പോകുന്നത്? ഇന്ന് ബലരാമന്റെ കൂടെ പോകുന്നു. പക്ഷെ കാളിമർദ്ദനം നടന്ന ദിവസം ബലരാമൻ ഇല്ലായിരുന്നു അവരുടെ കൂടെ. സന്ദർശയൻ ബലായ ശ്രീയം വൃന്ദാവന ശ്രീയം വിമല
കാണ്ടീരേ സകപാലേ പാണ്ഡീരകമാഗമോ വടം ക്രീഡേ സന്ദർശയൻ ബലായ സ്വൈര്യം വൃന്ദാവന ശ്രിയം വിമല കാണ്ടീരേ സകപാലേ പാണ്ഡീരകമാഗമോ വടം ക്രീഡേ സന്ദർശയൻ ബലായ സ്വൈര്യം വൃന്ദാവന ശ്രിയം വിമല കാണ്ടീരേ സകപാലേ പാണ്ഡീരകമാഗമോ വടം ക്രീഡേ സന്ദർശയബലായ സ്വൈര്യം വൃന്ദാവന ശ്രിയം വിമല കാണ്ടീരേ സകപാലേ പാണ്ഡീരകമാഗമോ വടം ക്രീഡേ പാണ്ഡീരകമാഗമോ വടം ക്രീഡേ സന്ദർശയൻ ബലായ സ്വൈര്യം വൃന്ദാവന ശ്രിയം വിമല കാണ്ടീരേ സകപാലേ പാണ്ഡീരകമാഗമോ വടം ക്രീഡൻ പാണ്ഡീരകമാഗമോ വടം ക്രീഡൻ സന്ദർശയൻ ബലായ സ്വൈര്യം വൃന്ദാവന ശ്രിയം വിമല കാണ്ടീരേ സകപാലേ പാണ്ഡീരകമാഗമോ വടം ക്രീഡൻ. വായിച്ചാട്ടെ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. സ്വൈര്യം വൃന്ദാവനശ്രിയം വിമലാം കണ്ടീരൈ സഹബാലേ പാണ്ഡീരകമാഗമോ വടം ക്രീഡൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ ഓം കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. സന്ദർശയൻ ബലായ സ്വൈരം വൃന്ദാവന ശ്രിയം വിമലാം കാണ്ടീരൈ സകപാലേ പാണ്ഡീരകമാഗമോ വടം ക്രീഡൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സന്ദർശയൻ ബലായ സ്വൈര്യം വൃന്ദാവന ശ്രിയം വിമലാം കാണ്ടീരൈ സഹബാലേ പാണ്ഡീരകാഗമോ വടം ക്രീഡൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സന്ദർശയൻ ബലായ സന്ദർശയന്മലായ സ്വൈര്യം വൃന്ദാവന ശ്രീം വിമലാം കാണ്ടീരേ സഹബാലേ പാണ്ഡീരകമാഗമോ വടം ക്രീഡൻ. ഹരേ കൃഷ്ണ മാതാജി. ഇപ്പം വായിച്ചോണ്ടിരുന്നാൾ വായിച്ചോളൂ. ഹരേ കൃഷ്ണ. സന്ദർശയൻ ബലായ സ്വൈര്യം വൃന്ദാവന ശ്രിയാം വിമല കാണ്ടീരൈ സഹബലൈ പാണ്ഡീരകാമാഗമോ വടം ക്രീഡൻ. ഹരേ കൃഷ്ണ മാതാജി. പാണ്ഡീരക ആഗമോ വടം ക്രീഡൻ. പാണ്ഡീരകം എന്നിട്ട് ആഗമോ വടം ക്രീഡൻ. ആഗമോ പാണ്ഡീര രാഗമോ പാണ്ഡീരക ആഗമോ പാണ്ഡീര കാമ പാണ്ഡീരക ആ കായയുടെ അവിടെ ഒരു കോമ കൊടുക്കുക. പാണ്ഡീര കാമ ആഗമോ വടക്രീഡൻ. പാണ്ഡീരാഗമോ വടക്രീഡൻ. ഹരേ കൃഷ്ണ മാതാജി. പാണ്ഡീരകം എന്ന് പറഞ്ഞ ഒരു വനത്തിന്റെ പേരാ കേട്ടോ. പാണ്ഡീരക ആഗമോ ആ കായയുടെ അവിടെ ഒരു കോമ കൊടുക്കുക. എന്നിട്ട് ആഗമോ മാന്നുള്ളത് ആയായിട്ട് എഴുതുക. ആഗമോ വടം ക്രീഡൻ. ആഗമോ സന്ദർശയൻ ബലായ സ്വൈര്യം വൃന്ദാവന ശ്രിയം വിമലാം കാണ്ടീരേ സകപാലേ പാണ്ഡീരകമാഗമോ വടം ക്രീഡൻ. ഒരു പ്രവചി വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. സന്ദർശയൻ ബാലയാ സ്വൈരം വൃന്ദാവന ശ്രീയം വിമലം കാണ്ടീരൈ സകബാലയർ പാണ്ഡീരകം ആഗമോ വടം ക്രീഡൻ. ഹരേ കൃഷ്ണ. സന്ദർശയൻ ബലായ സ്വൈര്യം വൃന്ദാവന ശ്രീയം വിമലം കാണ്ടീരേ സകപാലയർ പാണ്ഡീരക ആഗമോ വടം ക്രീഡന്. അന്ന് അവരെവിടെയാ പോയത്? പാണ്ഡീര് വനത്തിലാ പോയത്. മനസ്സിലായ പറഞ്ഞേ? പാണ്ഡീര് വനത്തില് അവിടെ ഒരു വടവൃക്ഷമുണ്ട്. ആ വടവൃക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രാധാന്യമുള്ളതാ. ആ വടവൃക്ഷത്തിൽ നിന്നിട്ടാണ് ഭഗവാന് ഉണ്ണാനുള്ള സമയത്തൊക്കെ കഴിഞ്ഞ് എല്ലാവരെയും തന്റെ ഓടക്കുഴൽ കൊണ്ട് അവിടെ വിളിക്കും എന്നുള്ളത്. അതേപോലെ പശുക്കൾ ഓരോരുത്തരെയും ഈ ഭഗവാന്റെ ഓടക്കുഴലിൽ ഓരോ പേരുണ്ട്. അന്നേരം ആ ഒരു പേര് കേട്ട് കഴിഞ്ഞാൽ ആ പശു അവിടെ വരുമെന്നുള്ളത്. എന്നിട്ട് ആ പശു എല്ലാം കൂടെ ചുറ്റിനും നിന്നിട്ട് ഗോപന്മാരെല്ലാവരും കൂടെ ചുറ്റിനും നിന്നിട്ട് അവിടെ നിന്നിട്ട് ഭഗവാന്റെ വീണുഗാനം മിക്കപ്പോഴും കേൾക്കാമെന്നുള്ളത്. പക്ഷെ ഇപ്പോഴും ഉണ്ടല്ലോ അവിടെയുള്ള ആൾക്കാർ എന്താ പറയുന്നതെന്ന് അറിയാമോ? ആ വടവൃക്ഷത്തില് നമ്മൾ കാതോർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭക്തിയുള്ളവർക്ക് കേട്ടോ ഇപ്പോഴും ഭഗവാന്റെ വേണുഗാനം കേൾക്കാമെന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-15 വർഷത്തിന് മുമ്പത്തെ കാര്യം പറയുന്നത്. എന്നിട്ട് എന്റെ മാതാജി, എന്നെ പഠിപ്പിച്ച മാതാജി ഞാനും കൂടി അവിടെ പോയി. ഞങ്ങളന്ന് വൃന്ദാവനത്തിൽ എന്തിനോ ഞങ്ങൾ കുറച്ചുകൂടെ ഒക്കെ എങ്ങല്ലേ. എന്നിട്ട് ഇങ്ങനെ അങ്ങ് വൃന്ദാവനം ഓരോ മുക്കും ഒക്കെ അങ്ങ് നടക്കുക ചെയ്യുന്നത്. എന്നിട്ട് അവിടെ ഞങ്ങളെല്ലാവരും ഞങ്ങൾ വേറെ 2 മാതാജിമാരൂടെ പോയി. എന്നിട്ട് എന്ത് ചെയ്തു?
മാതാജിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വടവൃക്ഷത്തിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കാത് വെച്ച് ഇങ്ങനെ കേൾക്കുന്നു, ഇങ്ങനെ നോക്കും. എല്ലാവരും അങ്ങനെ നോക്കും കേട്ടോ, എന്താ ഭഗവാന്റെ വേണുഗാനം കേൾക്കുന്നുണ്ടോ എന്നറിയാന്. എന്നിട്ട് എന്ത് ചെയ്തു, മാതാജി ഇങ്ങനെ കാത് വെച്ചിട്ട് കുറെ നേരം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഭഗവാന്റെ വേണുഗീതം മാതാജി കേട്ടു എന്നുള്ളതാ. പക്ഷെ മാതാജി എന്ത് ചെയ്തെന്നറിയാമോ, അന്നേരം അച്യുതേ അച്യുതേ ഞാൻ കേൾക്കുന്നു എന്ന് എന്നെ വിളിച്ചിട്ട്, എനിക്കൂടെ കേട്ടോട്ടെ എന്ന് കരുതി മാതാജി വിളിച്ചതാ. പക്ഷെ ആ സമയത്ത് ആ വേണുഗീതം അവിടെ നിന്ന് മാഞ്ഞു, പിന്നെ കേട്ടില്ല മാതാജിക്ക്. അങ്ങനെ ഭക്തിയുള്ളവർക്കുണ്ടല്ലോ, അവിടെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഭഗവാന്റെ വേണുഗീതം ഇപ്പോഴും അവിടെ കേൾക്കുന്നുണ്ടെന്ന് പറയുന്നത്. ഇപ്പം പിന്നെ അവിടെ ആശ്രമമൊക്കെ ആയിപ്പോയി, അമ്പലമൊക്കെ ആയിപ്പോയി. പണ്ടത്തെ ആ ഒരു എന്താ പറയുന്നത്, പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ആളില്ലായിരുന്നു. ഇപ്പം വൃന്ദാവനത്തിലും ഏതൊക്കെ ദേശത്ത് ഈ ആളുകൾ വന്ന് മറിയുന്നത് നമുക്ക് പറയാനേ പറ്റില്ല എന്നുള്ളത്. എല്ലാം ഈ മെറ്റീരിയലിസ്റ്റിക് ആയതുകൊണ്ടുണ്ടല്ലോ, അവരെന്താ പറയുക വരുന്നത്, ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും സ്ഥലം കാണാനും അങ്ങനെയൊക്കെയുള്ള ആ ഒരു രീതിയായിട്ട് നമുക്കൊക്കെ ഭയങ്കര ഒരു ടെൻഷൻ വരും എന്നുള്ളത്. അങ്ങനെ ഭയങ്കര ആളായി പോയിരുന്നത്. അന്ന് 15 വർഷത്തിനൊക്കെ മുമ്പിട്ടാണെന്ന് വെച്ചോ, എന്തോ ഒരു രസമായിരുന്നു എന്നറിയാമോ അവിടെയൊക്കെ പോയിട്ട് ഇങ്ങനെ കാണാനും കൊണ്ടും ഒരു വനമായിരുന്നു എന്നുള്ളത്. എന്നിട്ട് അവിടെ ചെന്നു, അവിടെ ആ പാണ്ഡീര് വനത്തിലാണ് അന്ന് പോയിരുന്നത് ഭഗവാന്. അവിടെ വടവൃക്ഷത്തിന്റെ ചുവട്ടിലാണ് അവരെല്ലാവരും കൂടി റെസ്റ്റ് എടുക്കുന്നതും പിന്നെ അതേപോലെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതും അവിടെ തന്നെയാണെന്നുള്ളത്. അതിനെന്ത് ചെയ്യുമെന്നറിയാമോ, ഇപ്പം ആൾക്കാരെല്ലാവരും അറിയുന്ന ആൾക്കാർ ഇതൊക്കെ ഡിവോട്ടീസ്. എന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയാമോ, വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ട്, അവിടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം ഗ്രാമപ്രദേശമാണ്. അന്നൊക്കെ എന്ന് പറഞ്ഞ് കൊച്ചുങ്ങളൊന്നും സ്കൂളിൽ പോകത്തേയില്ല, യഥാർത്ഥ ഗോപബാലന്മാര് തന്നെയായിരുന്നു എന്നുള്ളത്. നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവരിങ്ങനെ കൈ നീട്ടി നമ്മൾ പിന്നെ ബിസ്ക്കറ്റ് മിഠായി അത് ഇതൊക്കെ വാങ്ങിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊണ്ട് കൊടുക്കുക. എന്നിട്ട് ചിലരൊക്കെ ആണെങ്കിൽ വീട്ടിൽ നിന്ന് ഒരുപാട് പ്രസാദം ഉണ്ടാക്കിയിട്ട് കൊണ്ടു ചെന്നിട്ട് ഈ കുഞ്ഞുങ്ങൾക്കും അവിടെയുള്ള ആൾക്കാർക്കും വിതരണം ചെയ്യും. എന്തുകൊണ്ടാണെന്നറിയാമോ, ഭഗവാനും ഗോപന്മാരും കൂടി അവിടെ ഇരുന്നിട്ടാണ് ഉച്ചഭക്ഷണം കഴിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര പുണ്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും മിക്കവാറും എല്ലാവരും അങ്ങനെ കൊണ്ടുവരും എന്നുള്ളതാണ്. അങ്ങനെ പിന്നെ അവരും നമ്മൾ എല്ലാവരും അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പ്രസാദം കഴിക്കുന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതാ പറയുന്നത്, സന്ദർശയം ബലായ സ്വൈര്യം വൃന്ദാവന ശ്രീയം ഭീമന. വൃന്ദാവനത്തിന്റെ തെളിവുറ്റ ശോഭാവിശേഷം ബലരാമന് സ്വര്യമായി കാട്ടിക്കൊടുത്തു. ബലരാമനോട് ഭഗവാൻ എല്ലാം ആദിചേട്ടനല്ലേ എല്ലാം, അവര് രണ്ടുകൂടെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഞാൻ വൃന്ദാവനത്തിന്റെ ആ ഭംഗിയെല്ലാം കണ്ട് ആസ്വദിച്ച് എവിടെയാണ് പോയത്, കാണ്ടീരേ സഹബാലെ പാണ്ഡീരകമാകമോ വടം ക്രീഡന്. വടിയൊക്കെ കയ്യിലെടുത്തിട്ടുണ്ട്. എന്നിട്ട് കുട്ടികളോട് കൂടി കളിയാടിക്കൊണ്ട് ഭഗവാൻ എവിടെ പോയ, പാണ്ഡീര് വനത്തിലാണെന്നുണ്ടെങ്കിൽ പാണ്ഡീരിക എന്ന ചെന്നിട്ടുണ്ടല്ലോ പേരാലും ചുവട്ടിൽ അവരെല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുന്നു. വടവൃക്ഷത്തിന്റെ ചുവട്ടിൽ എല്ലാവരും കൂടി അങ്ങനെ ഇരിക്കുന്നു. അതായി പറയുന്നത്. താവത്താവഹനിതനാസ്പ്രകയാലു ഗോപമൂർത്തിരതയാലു ദൈത്യപ്രലംബഭാവും ഭവന്തമാഭേദേ. താവത്താവഹനിതനാസ്പ്രകയാലു ഗോപമൂർത്തിരതയാലു ദൈത്യപ്രലംബഭാവും ഭവന്തമാഭേദേ. താവത്താവഹനിതന സ്പ്രകയാലു ഗോപമൂർത്തിരതയാലു ദൈത്യപ്രലംബഭാവും ഭവന്തമാഭേദേ. താവത്താവഹനിതന സ്പ്രകയാലൂർ ഗോപമൂർത്തിരദയാലു ദൈത്യ പ്രലംബഭാഗും ഭവന്തമാഭേദേ. താവത്താവഹനിതന സ്പ്രകയാലൂർ ഗോപമൂർത്തിരദയാലു ദൈത്യ പ്രലംബഭാഗും ഭവന്തമാഭേദേ. വായിക്കാത്ത ആൾക്കാർ വായിച്ചോളൂ കേട്ടോ. ഹരേ കൃഷ്ണ മാതാജി. ഗോപമൂർത്തിരതയാലും ദൈത്യ പ്രലംബഭാഗും ഭവന്തമാഭേദേ. ഹരേ കൃഷ്ണ മാതാജി. ഇരിക്കുന്ന സ്ഥലം ഒന്ന് മാറിയിരിക്കേ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് അവിടെ കിട്ടുന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ എന്തായാലും പറയുന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? സ്ഥലം ഒന്ന് മാറിയിരിക്കുന്നു നോക്കാം, അന്നേരം കിട്ടുമായിരിക്കും. വേറെ ഒരാൾ വായിച്ചോളൂ. ഹരേ കൃഷ്ണ.
താവത്താവക നിധന സ്പൃഹയാലുർഗോപമൂർത്തിരദയാലുഹ ദൈത്യ പ്രലംബനാമാ പ്രലംബബാഹും ഭവന്തമാപേദേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വേറൊരാൾ വായിക്കൂ. താവക നിധന സ്പൃഹയാലു ഗോപമൂർത്തി ദയാലു ദൈത്യ പ്രലംബനാമാ പ്രലംബബാഹും ഭവന്തമാപേദേ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ആവനിധനസ്പൃഹയാലും മൂർത്തിരതയാലും ദൈത്യ പ്രലംബനാമ പ്രലംബബാഹും ഭവന്തമാപേദേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരാളോട് വായിച്ചോളൂ. ഹരേ കൃഷ്ണ. നിധന സ്പൃഹയാലു ഗോപമൂർത്തിരതയാലു ദൈത്യ പ്രലംബനാമാ പ്രലംബബാഹും ഭവന്തമാപേദേ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഇനി ഒരു പ്രൗജി വായിക്കേ. സുനിലുണ്ടോ ഇന്ന്? ഇല്ല. ഒരു പ്രൗജി വായിച്ചോളൂ. താവത്താവക നിദാന സ്പൃഹയാലു ഗോപമൂർത്തിരദയാലു ദൈത്യ പ്രലംബനാമ പ്രലംബ ബാഹും ഭവന്തമാപേദേ. വെരി ഗുഡ്, വെരി ഗുഡ്. എന്നിട്ട് എന്താ താവത്താവകുന്നതിന് സ്പ്രയാലു ഗോമൂർത്തിയുടെ ദയാലു. ആ ഗോമൂർത്തിയുടെ ഭഗവാനെ, ആ ദയാലുവായിട്ടുള്ള ഭഗവാനെ എന്താ കൊല്ലാൻ വേണ്ടിയിട്ട് അശേഷം ദയയില്ലാത്ത ദൈത്യനായിട്ടുള്ള പ്രലംബന് അവിടെ എത്തുന്നു എന്നുള്ളതാണ്. ദൈത്യ പ്രലംബനാമ, പ്രലംബൻ എന്ന പേരായിട്ടുള്ള അസുരന് എങ്ങനെ വന്നിരിക്കുന്നേ? ഒരു ഗോപന്റെ വേഷത്തിലാണ് വന്നിരിക്കുന്നത്. പ്രലംബഭാഗം ഭവന്തമാവേദേ. ഒരു ഗോപകുമാരന്റെ ഗോപമാരുടെ വേഷത്തിൽ, ഒരു ഗോപക്കുട്ടിയുടെ വേഷത്തിൽ ആ പ്രലംബൻ എന്ന് പറയുന്ന അസുരന് ഒട്ടും ദയയില്ലാത്തവന് എന്നിട്ട് ഇവരുടെ കൂടെ കൂടിയെന്നുള്ളതാണ്. ജാനന്യപ്യ വിജാനന്യവാതേന സമം നിവത്ത സൗഹാർത്തക വടനികടേ പടുവശുഭാബത്തം ദ്വന്ദ്വയുദ്ധ ആരംഭ. ജാനന്യപ്യ വിജാനന്യവാ തേന സമം നിവത്ത സൗഹാർദ്ദക വടനികടേ പടുവശുഭാബത്തം ദ്വന്ദ്വയുദ്ധ ആരബ്ധ. ജാനന്യപ്യ വിജാനന്യവാ തേന സമം നിവത്ത സൗഹാർദ്ദക വടനികടേ പടുവശുഭാബത്തം ദ്വന്ദ്വയുദ്ധ ആരബ്ധാഃ. ജാനന്യപ്യ വിജാനന്യവ തേന സമം നിബദ്ധ സൗഹാർദ്ദഃ വടനികടേ പടുപശുഭാബത്തം ദ്വന്ദ്വയുദ്ധ ആരബ്ധാഃ. ജാനന്യപ്യ വിജാനന്യവ തേന സമം നിബദ്ധ സൗഹാർദ്ദഃ വടനികടേ പടുപശുഭാബത്തം ദ്വന്ദ്വയുദ്ധ ആരബ്ധാഃ. ഹരേ കൃഷ്ണ. ജാനന്യവ്യഭിജാനിനവ തേന സമം നിബന്ധ സൗഹാർദ്ദത വടനികടേ പടുവശുവ വ്യാബദ്ധം ദന്തയുദ്ധമാരബ്ധ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ജാനന്യം വിജാനന്യന്നിവ തേന സമം നിബദ്ധ സൗഹാർദ്ദയെ വടനികടേ പടുപശുവാ വ്യാബദ്ധം ദന്തയുദ്ധമാ പറയരുത്. ഇങ്ങ് ആരംഭിക്കാൻ പോകുന്നു. ആരബ്ധ എപ്പോഴും സംസ്കൃതത്തില് ആയില് വായിക്കും. 3 പറഞ്ഞാൽ ഊയില്, ബീന്ന് പറഞ്ഞാൽ ഈല്, അങ്ങനെ വരും. വ്യാബദ്ധം ദ്വന്ദ്വയുദ്ധം അടുത്ത ആൾ വായിക്കൂ. ഹരേ കൃഷ്ണ മാതാജി. ജാനന്യപ്യ വിജാനൻ ഇവതേന സമം നിബന്ധ സൗഹാർദ്ദ വടനികടേ പടു പശുവം വ്യാബദ്ധം ദ്വന്ദ്വയുദ്ധം ആരബ്ധ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വേറെ ഒരാളെ വായിക്കാത്ത ആൾക്കാർ വായിച്ചോളൂ കേട്ടോ. നാളത്തെ ഇന്ന് പുറത്തു പോവാ. ഒരു സിന്ധു ഹരിപ്പാടൊക്കെ ഇല്ലേ? അവരൊക്കെ വായിച്ചോ? ഹരിബോൾ. ഹരേ കൃഷ്ണ മാതാജി. വായിക്കേ. ജാനന്യപ്യ വിജാനൻ ഇവതേന സമം നിബദ്ധ സൗഹാർദ്ദ വടനികടേ പടു പശുവ വ്യാബദ്ധം ദ്വന്ദ്വയുദ്ധാരബ്ധാം. ഹരേ കൃഷ്ണ മാതാജി. വായിക്കാതുണ്ടോ? വായിക്കാത്തവര് വായിച്ചോളൂ.
ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവ. ജാനന്നപ്യ വിജാന ഇവ തേന സമം നിബദ്ധ സൗഹാർദ വടനികടേ പടു പശുഭക്തം ദ്വന്ദ്വയുദ്ധാരബ്ധ. ഹരേ കൃഷ്ണ മാതാ. ഒരു പ്രവചിയുടെ വായിച്ചോളൂ. ഹരേ കൃഷ്ണ. വിജാനനിവ തേന സമം നിബദ്ധ സൗഹാർദഃ വടനികടേ പടു പശുഭ്യാബദ്ധം ദ്വന്ദ്വയുക്തം ആരബ്ധാഃ. ഹരേ കൃഷ്ണ മാതാജി. ഹരിബോൾ. ഹരേ കൃഷ്ണ. ഒരു പ്രവചി വായിക്കൂ. ഇനി ഒരു പ്രവചി ഉണ്ടോ? പ്രവചിമാരെല്ലാം പോയാ? ഓക്കെ, ഞാൻ തന്നെ വായിക്കാം. വടനികടേ എന്നിട്ട് എന്താ ഭഗവാൻ എന്താ? ഞാനന്യപ്യ വിജാനിവ തേന സമം നിവത്യ സൗഹാർദ്ദ. ഭഗവാൻ എന്താ ഈ പ്രലംബന വിദ്യ മനസ്സിലായി. എന്താന്ന് വെച്ചാൽ ഇവരുടെ കൂട്ടുകാരത്തില് ഗോപക്കുട്ടിയായിട്ട് വന്നിട്ട് ഭഗവാനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അവൻ വന്നിരിക്കുന്നത്. ഭഗവാനല്ലേ, ഭഗവാൻ എല്ലാവരുടെ ഉള്ളിലിരിക്കുന്നവനല്ലേ. അന്നേരം ഭഗവാൻ അറിയാത്തതായിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ? ഭഗവാൻ അത് മനസ്സിലായി. പക്ഷെ ഒന്നും മനസ്സിലാകാത്തവനെ പോലെ ഭഗവാൻ അങ്ങനെയാണ് കേട്ടോ. ലീലാധരനാണ്. ഭഗവാന്റെ ലീലകളെ ആർക്കും അറിഞ്ഞുകൂടാന്നുള്ളത്. നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കും. നമ്മുടെ മനസ്സിൽ എന്തൊക്കെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ചീത്ത വിളിക്കാനും ഒട്ടനെ ഭഗവാനത് മനസ്സിലാവും കേട്ടോ. അയ്യോ 9 മണിക്ക് ഇച്ചിരി ആഹാരം കഴിക്കാനും ഒരു സമ്മതിക്കത്തില്ലല്ലോ എന്നുള്ള ചിന്തയൊക്കെ അതും ഭഗവാന് മനസ്സിലാവും. ഭഗവാൻ വിചാരിക്കുന്നത് എന്റെ കാര്യം പറയാനല്ലേ ഇവിടെ ഇത്ര സമയം എടുത്തിരിക്കുന്നേ, അതുകൊണ്ടുണ്ടല്ലോ ശരിയല്ലേ ഇത് കേട്ടോ എന്ന് പറയാ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം. ഇവിടെ അതേപോലെ പ്രലംബൻ എന്തിനു വേണ്ടിയിട്ട് വന്നു എന്ന് ഭഗവാൻ ശരിക്കും അറിയാം. പക്ഷെ വടനീടെ പരിവശ അബദ്ധം തന്നെ വരാൻ ഭഗവാൻ ഒന്നും അറിയാത്തവനെ പോലെ അന്നത്തെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്വന്ദ്വയുദ്ധത്തിനുള്ള ആരംഭിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാന് എല്ലാവരോടും പറഞ്ഞു എന്നുള്ളതാണ്. കോപാഭിവജ്യതന്യനേ സംഘം ബലഭദ്രകം ഭവക്കമവി ത്വദ്ബലവീരം ദൈത്യം ത്വദ്ബലഗതമന്യന്യതാ ഭഗവേ ഗോവാഭിവജ്യതന്യനേ സംഘം ബലഭദ്രകം ഭവക്കമവി ത്വദ്ബലവീരം ദൈത്യം ത്വദ്ബലഗതമന്യ അന്യതാ ഭഗവേ ഗോവാഭിവജ്യതന്യൻ സംഘം ബലഭദ്രകം ഭവക്കമവി ത്വദ്ബലഭീരും ദൈത്യം ത്വദ്ബലഗതം അന്യതാ ഭഗവാൻ ത്വദ്ബലഗതമന്യതാ ഭഗവാൻ ഗോപാൻ വിഭജ്യതന്യാൻ സംഘം ബലഭദ്രകം ഭവക്കമവി ത്വദ്ബലഭീരും ദൈത്യം ത്വദ്ബലഗതമന്യതാ ഭഗവാൻ. ഹരേ കൃഷ്ണ. ഗോപാൻ വിഭജ്യ തന്യൻ സംഘം ബലഭദ്രകം ഭഗവത്കമപി തദ്ബലഭീരും ദൈത്യം തദ്ബലഗതമന്യമന്യതാ ഭഗവൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഗോപാൻ വിഭജ്യ തന്യൻ സംഘം ബലഭദ്രകം ഭവത്കമപി തദ്ബലഭീരോ ദൈത്യം തദ്ബലഗതമന്യതാ അന്യതാ ഭഗവൻ. ഹരേ കൃഷ്ണ. അന്യതാ ഭഗവാൻ. അന്യതാ ഭഗവാൻ. മാതാജി. ഗോപാലം ബലഭദ്രകം ഭവത്കമപി ത്വദ്ബലഭീരം ദൈത്യം അന്യതാ ഭഗവൻ. ഹരേ കൃഷ്ണ മാതാജി. ഇനി ആരെങ്കിലും വായിക്കണ്ടി വായിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. ഗോപാൻ വിഭജ്യതന്വൻ സംഘം ബലഭദ്രകം ഭവത്കമപി ത്വദ്ബലഭീരം ദൈത്യം ത്വദ്ബലഗത അന്യമന്യതാ ഭഗവൻ. ഗോവാൻ വിഭജ്യതന്യൻ സംഘം ബലഭദ്രകം ഭവത്കമപി ത്വദ്ബലവീരം ദൈത്യം ത്വദ്ബലഗതമന്യതാ ഭവൻ. ഹരേ ഗോപാൻ വിഭജ്യതന്യൻ സംഘം ബലഭദ്രകം ഭവത്കമപി ത്വദ്ബലഭീരം ദൈത്യം ത്വദ്ബലഗതമന്യതാ ഭഗവൻ. ഹരേ കൃഷ്ണ. ഗോപാൻ വിഭജ്യതന്യൻ സംഘം ബലഭദ്ര. അങ്ങനെ രണ്ട് ചേരിയായിട്ട് അവർ തിരിഞ്ഞു. ഒന്നിനകത്ത് ഭഗവാന്, ഒന്നിനകത്ത് ബലഭദ്രന്. മനസ്സിലായി പറഞ്ഞത്? അങ്ങനെ ഭഗവാൻ ആദ്യം എന്ത് ചെയ്തു? ഭഗവാന് ഗോപന്മാരെ രണ്ടായിട്ട് തിരിച്ചു എന്നുള്ളത്. എന്ത് ചെയ്തു? ഗോപന്മാരെ അതേപോലെ ബലഭദ്രന്റെ സൈഡ് ഒരു സൈഡ്, കൃഷ്ണന്റെ സൈഡ് വേറൊരു സൈഡ്. അങ്ങനെ ഈ പ്രലംബനം ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അസുരന്മാരെല്ലാം വരുന്ന പക്ഷെ ഒന്നും തിരിച്ചു പോകുന്നില്ല. അതുകൊണ്ടുണ്ടല്ലോ പ്രലംബന് മനസ്സിലിങ്ങനെ ഒരു പേടിയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഭഗവാന്റെ സൈഡിൽ അവൻ വന്നതേ ഇല്ല എന്നുള്ളതാ. ബലഭദ്രന്റെ സൈഡിലാണ് പോയിരിക്കുന്നത്. എന്നിട്ട് ദ്വന്ദ്വയുദ്ധം ആരംഭിക്കുന്നത്. ദ്വന്ദ്വയുദ്ധം ആരംഭിക്കും. മനസ്സിലായി പറഞ്ഞത്?
അങ്ങനെ ആ രണ്ട് ചേരി തിരിഞ്ഞില്ലെങ്കിൽ ഭഗവാന്റെ സൈഡിൽ അവൻ വരാതെ ബലഭദ്രന്റെ സൈഡിൽ പോയി എന്നുള്ളതാണ്. അന്നേരം അതും ഭഗവാന്റെ ഒരു കളി. എന്താ, ഭഗവാന്റെ കൈ കൊണ്ട് മരിക്കാൻ അവന് ഭാഗ്യമില്ല. ഭഗവാന്റെ കൈ കൊണ്ട് അവൻ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെയാ പോകുന്നത്? സാക്ഷാൽ വൈകുണ്ഠത്ത് തന്നെ പോകും. എന്താന്ന് വെച്ചാൽ ഭഗവാൻ സ്പർശനമല്ലേ കിട്ടിയിരിക്കുന്നത്. ഒരു പൂതനയ്ക്ക് പോലും അമ്മയുടെ സ്ഥാനം കൊടുത്തൊരു മോശം കൊടുത്തതാണ് ഭഗവാൻ, അല്ലേ? വേണ്ട. അതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആരായിരുന്നു രുക്മിണിയെ കല്യാണം കഴിക്കാൻ വന്നത്? ആരായിരുന്നു? ഓർമ്മയില്ലേ? ശിശുപാലൻ. നോക്ക്, ശിശുപാലന് ഭഗവാനെ രായോട് പകലോട് ചീത്ത വിളിയായിരുന്നു. 100 ചീത്ത വിളി കഴിയുമ്പം ശിശുപാലനെ കൊല്ലുമെന്നുള്ള ആ ഒരു വരം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം ഇങ്ങനെ ഓരോ മണി ഇങ്ങനെ കെട്ടിയിരിക്കും. അന്നേരം ഓരോ ഭഗവാനെ ഓരോ ചീത്ത വിളിക്കുമ്പോഴും എന്ത് ചെയ്യും? ആ മണി പൊട്ടി പൊട്ടി പോകും. അവസാനത്തെ മണിയും പൊട്ടിയ സമയത്ത് എന്ത് ചെയ്തു? ഭഗവാൻ അവനെ തന്റെ ചക്രം കൊണ്ട് കൊന്നു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ അവനിൽ നിന്നൊരു പ്രകാശം വന്നിട്ടുണ്ടല്ലോ. ഭഗവാനെ ലയിക്കുകയോ ചെയ്യുന്നത്. ഇതെല്ലാരും കണ്ടു എന്നുള്ളതാ. അവിടെ ഇരുന്ന് എല്ലാരും കണ്ടു എന്നുള്ളതാ. രാജസൂയ യജ്ഞം നടക്കുന്ന സമയത്തായി സംഭവം നടക്കുന്നതിനുള്ളത് എല്ലാരും കണ്ടു. അന്നേരം ധർമ്മപുത്രൻ അഹോഭാഗ്യം അഹോഭാഗ്യം, അവന്റെ ആ ഭാഗ്യം കണ്ടില്ലേ? ശിശുപാലന്റെ പറയുന്നേ, ശിശുപാലൻ ഇത്രയും അധർമ്മിയായിരുന്നു, പക്ഷെ ഭഗവാനിൽ എന്നിട്ടും ലയിച്ചു എന്നുള്ളതാണ്. മനസ്സിലായി പറഞ്ഞു. അതാണ് ഈ പറയുന്നത്. അരെ ഇവിടെ പക്ഷെ ആ പ്രളവൻ അത്ര പോലും ഭാഗ്യം ചെയ്തവനല്ല. അതുകൊണ്ടാ ഭഗവാന്റെ കൈ കൊണ്ട് അവൻ മരിക്കാതെ പോയത്. മരിച്ചതൊക്കെ പിന്നെ ഇനി 6-ാമത്തെ 7-ാമത്തേലും ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പൊ ഗോവാൻ വിഭജ്യ തന്നെ ഭഗവാൻ എന്ത് ചെയ്തു? ഗോവന്മാരെ വിഭജിച്ചു. സംഘം ബലഭദ്രം ഭവത്കമവി, ബലഭദ്രന്റെ ഒരു സംഘം, എന്നിട്ട് ഭവത്കമവി ഭഗവാന്റെ, അങ്ങനെ 2 ചേരി തിരിച്ചു. ത്വത്ബലഭീരും ദൈത്യം, പക്ഷെ അങ്ങയെ അവൻ പേടിക്കും. ത്വത്ബലഭീര്, അങ്ങയുടെ ബലത്തിൽ അവൻ ഭീരുവായതുകൊണ്ട്. എന്ത് ദൈത്യം എന്ന് പറഞ്ഞ പ്രലംബന്, അസുരന്. ത്വത്ബലകരമന്യതാ ഭഗവാന്, അതുകൊണ്ട് ഭഗവാൻ അതുകൊണ്ട് എന്ത് ചെയ്തു? അങ്ങയുടെ ആ ചേരിയിൽ അവൻ വന്നതേ ഇല്ല. ഓപ്പോസിറ്റ് ചേരിയിൽ അവൻ പോയി ജോയിൻ ചെയ്തു. കളിക്കാനൊക്കെ ഉണ്ട്. എന്നാൽ തന്നെയാണെന്നുണ്ടെങ്കിൽ അവന് എന്നാലും എന്തെങ്കിലും കൊത്തുള്ളൂ, അല്ലെങ്കിൽ കംസം വെച്ചുകൊണ്ടിരിക്കുവോ? ഇവരൊക്കെ എന്ന് പറഞ്ഞ കംസനോടുള്ള പേടി കൊണ്ട് യഥാർത്ഥത്തിൽ ഭഗവാനായിട്ട് ഇവർക്ക് യാതൊരുവിധ ദേഷ്യമോ അങ്ങനെയുള്ള ഒന്നുമില്ല. ചിലരൊക്കെ വരുന്നവർക്ക് അറിയുകയും ചെയ്യും ഭഗവാനെ കൊണ്ട് കൈ കൊണ്ട് മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മോശം കിട്ടുമെന്നുള്ളത്. അത് ഈവൻ കംസന് പോലും അറിയാവുന്നതാണ്. കംസൻ പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? കൃഷ്ണന്റെ കൈ കൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് മോശമാണ്, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ കൃഷ്ണൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് രാജ്യം, ഒന്നീ മോശം അല്ലെങ്കിൽ രാജ്യം, ഒന്നീ മോശം അല്ലെങ്കിൽ രാജ്യം. അതുകൊണ്ട് ഏതെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് യാതൊരു നഷ്ടവും ഇല്ലെന്നാ പറയുന്നത് അവന്. അങ്ങനെ നമുക്ക് ഇന്നത്തെ ഈ 5 ശ്ലോകം ഭഗവാന്റെ തൃപ്പാദൊക്കെ വെച്ചതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ്, ഇവിടുത്തെ ഈ നാരായണീയം ക്ലാസ് ഇവിടെ നിർത്താം. എന്നിട്ട് ഇനി അടുത്തത് നമ്മുടെ ചോദ്യോത്തര വേളയിലേക്ക് പോവാം. ഇതിനകത്ത് ഈ നാരായണീയത്തിൽ എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടോ? നമ്മൾ ഇന്ന് പഠിപ്പിച്ചതില് സംശയം ഉണ്ടോ? ചോദിച്ചോളൂ. ഗീതയില്ലേ? ഹരേ കൃഷ്ണ മാതാജി, ഈ വടവൃക്ഷം എന്ന് വെച്ചാൽ എന്തോന്നാണ് വടവൃക്ഷം? എന്റെ പൊന്നെ പേരാലിനായി വടവൃക്ഷം എന്ന് പറയുന്നത്. വടവൃക്ഷം എന്ന് പറഞ്ഞാൽ ഒത്തിരി വലിയ ഇതായിട്ടുള്ള ആ ഒരു ഇതിനല്ലേ അറിയുന്നത്. അതൊരു വൃക്ഷം. വടവൃക്ഷം സാധാരണ നമ്മൾ പറയാറില്ലേ? നീ ഉണ്ടെങ്കിലേ ഇങ്ങനെ പൊട്ടത്തരം ചോദ്യങ്ങൾ ചോദിക്കും. അതിനാ നിന്റെ പേരെടുത്ത് ഞാൻ പറഞ്ഞത്. എനിക്ക് പുരാണത്തിൽ ഒന്നും അറിഞ്ഞൂടാ, അതുകൊണ്ടാണ് ചോദിച്ചത്. പുരാണമൊന്നും അല്ല, ചുമ്മാതെ ഒരു വൃക്ഷം, വലിയ വൃക്ഷങ്ങൾക്കായി വടവൃക്ഷം എന്ന് പറയുന്നത്. മനസ്സിലായോ പറഞ്ഞത്? അതെ, എനിക്ക് ഇഷ്ടമാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കണേ, എന്തെങ്കിലുമൊക്കെ ചോദിച്ചോണ്ടേ ഇരിക്കണം. എനിക്ക് ഇഷ്ടമാണ്. മാതാജി, ഇവിടെ ഇരിക്കുന്ന മാതാജിമാർക്കൊക്കെ, ഈ ഗ്രൂപ്പിൽ ഇരിക്കുന്ന മാതാജിമാർക്കൊക്കെ എല്ലാം അറിയാം, പക്ഷെ എനിക്കാണ് ഒന്നും അറിഞ്ഞൂടാത്തത്. അയ്യോ, അതിനല്ലേ നമ്മള് പഠിക്കുന്നതേ. മനസ്സിലായി പറഞ്ഞത്? ഞങ്ങൾക്കൊന്നും അറിയില്ല. ഒരു വഹി അറിയാൻ പറ്റാ ഞങ്ങൾ ഇരിക്കുന്നത്. അല്ലെന്നേ, അവക്കടെ വിശ്വാസം അവളെ രക്ഷിക്കട്ടെ. നിങ്ങൾ എന്തിനാ അതിന് പറയുന്നത്? തട്ടിക്കാൻ പോവണ്ട. മനസ്സിലായി പറഞ്ഞു? ഓരോരുത്തരുടെ വിശ്വാസം അവനവനെ രക്ഷിക്കും. അതുകൊണ്ട് തട്ടിക്കാനേ പോവണ്ട. മനസ്സിലാവുന്നുണ്ടോ? ഈ പറയുന്നത് എനിക്കും ഒരു കുന്തും അറിയില്ല. എല്ലാരും വിദ്യാർത്ഥികളാ. ഞാനൊരു എത്ര ഭംഗിയായിട്ട് നമ്മുടെ മനസ്സിൽ എന്തായിരിക്കണം അറിയാമോ? വിദ്യാർത്ഥിയുടെ ഭാവം വേണം. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞേ? നമുക്ക് എപ്പോഴും ഉണ്ടല്ലോ മാതാജി, ഇത് പറയണ കേൾക്കാനേ രസമാണ് കേട്ടാ. കേൾക്കുമ്പം സന്തോഷമാണ്. പറയണം, ആർക്കും ഒന്നും അറിഞ്ഞൂടാ. അത് ആ ശബ്ദം കേൾക്കുമ്പോഴേ സന്തോഷമാണ് നമുക്ക്.
ഇത് ചോദിക്കണം. അതല്ലേ ഞാൻ അതിനകത്ത് പറഞ്ഞ ഇവിടെ എനിക്കും ആർക്കും ഒന്നും അറിഞ്ഞൂടാ. അറിയില്ല കേട്ടോ. എനിക്ക് ഒരു ആ ദിവസം മാതാജിയുടെ ഒരു സൗണ്ട് സത്യ കേൾക്കുന്ന എന്തൊരു സന്തോഷം ഒരു എന്നറിയാമോ? ദിവസം മാതാവിന്റെ ശബ്ദം കേട്ടില്ലെങ്കിൽ എന്തോ പോലെ മാതാജി എപ്പോഴും ചോദിച്ചോണ്ടേ ഇരിക്കണം, മാതാവിന്റെ ശബ്ദം കേൾക്കണം ഞങ്ങൾക്ക്. നല്ല രസം അതുകൊണ്ട്. എന്നെ ആ ചോദ്യമൊക്കെ ഒരു ഉണ്ട്. കാര്യം ഒന്ന് ചെയ്യാം.